ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 11ാമത്തെ ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജോമെട്രി. ഇതിനകത്ത് നമുക്ക് 30 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ബോർഡ് ലെവലിൻ്റെ ഒക്കെ ഒരു ലെവലിലൊക്കെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബോർഡ് എക്സാമിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് തന്നുള്ളത് ഒരു ലൈനിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് തന്നിട്ടുണ്ട്. 1/2 1/3 n ഡയറക്ഷൻ കൊസൈൻസ്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത് ഈ എന്നിന്റെ സ്ക്വയറിന്റെ വാല്യൂ എത്രയെന്നാണ്. ഒരു ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻസ് LMN ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യല്. ഡയറക്ഷൻ കൊസൈൻസ്. ഈ ഡയറക്ഷൻ കൊസൈൻസ് തമ്മിലുള്ള റിലേഷൻ ആണെന്ത് L² + M² + N² = 1. അപ്പൊ ഈ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. N² വാല്യൂ ഇത് വെച്ച് നോക്കിയാൽ എന്താ വരിക? 1/2 whole square plus 1/3 whole square plus n square equal to 1. ഇത് എത്രയാ വരിക? 1/4 plus 1/9 plus n square equal to 1. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 9, ഇങ്ങനെ ചെയ്താൽ ക്രോസ് ചെയ്താൽ 9 plus 4 by 9 into 4 36 plus n square equal to 1. ഇത് എത്രയായി? 13/36 plus n square is equal to 1. അപ്പോൾ n square എത്രയാണ് വരിക? 1 minus 13/36. ക്രോസ് ചെയ്താൽ 36 minus 13 എത്ര വരിക? 23/36. ഓക്കെ അല്ലേ? 23/36. ഓപ്ഷൻ സി ക്ക് ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഈ റിലേഷൻ അറിയണം. എന്തൊക്കെയാണ് ഇത്? ഡയറക്ഷൻ കൊസൈൻസ്. ഇതിൽ എൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആൽഫ, ബീറ്റ, ഗാമ ഇങ്ങനെയുള്ള ഡയറക്ഷൻ ആംഗിൾസ് ഉണ്ട്. ഇതിന്റെ ഒക്കെ കോസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡയറക്ഷൻ കൊസൈൻസ്. ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ് ശരിക്കും LMN. ഇതിനെ പറഞ്ഞ പേരാണെന്ത്? ഡയറക്ഷൻ ആംഗിൾസ്. എന്താ ഡയറക്ഷൻ ആംഗിൾ എന്ന് വെച്ചാൽ ഒരു ലൈൻ എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആൽഫ, വൈ ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ ബീറ്റ, സെഡ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ ഗാമ. ഈ ആംഗിൾസിന് പറയുന്ന ഡയറക്ഷൻ ആംഗിൾ. അതിന്റെ കോസ് എടുത്താൽ കിട്ടുന്നതാണ് എന്ത്? ഡയറക്ഷൻ കൊസൈൻസ്. അത് നമ്മുടെ റിലേഷൻ ആണ് L² + M² + N² equal to. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു വെക്ടർ തന്നിട്ടുണ്ട്. 3i cap - 4j cap + 5k cap. ഈ വെക്ടറിന്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു വെക്ടർ ai cap plus bj cap plus ck cap ഉണ്ടെന്ന് ഇരിക്കും. ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് ABC ആയിരിക്കും. ABC. അപ്പൊ ഒരു വെക്ടർ തന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് കിട്ടും? ഡയറക്ഷൻ റേഷ്യോസ് കിട്ടും. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോ എത്ര? 3 - 4 5. ഇനി ഡയറക്ഷൻ റേഷ്യോസ് കിട്ടിയാൽ നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് കിട്ടണം. ഡയറക്ഷൻ കൊസൈൻസ് ഫ്രം ഡയറക്ഷൻ റേഷ്യോസ് അതെങ്ങനെയാ കിട്ടുക? ഡയറക്ഷൻ കൊസൈൻ L is equal to a/√a² plus b² plus c². M is equal to b/√a² plus b² plus c². N is equal to c/√a² plus b² plus c². ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? ഡയറക്ഷൻ റേഷ്യോസിൽ നിന്നും ഡയറക്ഷൻ കൊസൈൻസ് കിട്ടുക. അപ്പൊ നോക്ക്, ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഡയറക്ഷൻ റേഷ്യോസ് ABCന്റെ വാല്യൂ എത്ര? 3 - 4 5. ഇനി ഇതിന് ഡയറക്ഷൻ കൊസൈൻസ് ഉണ്ടാക്കണം. ഡയറക്ഷൻ കൊസൈൻസ് എന്താ വരിക? L is equal to 3/√9 + 16 + 25. ഇതൊക്കെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താട്ടോ. a² + b² + c². ഇത് എത്ര? 50 ആണ് വരിക. 50 എന്ന് പറഞ്ഞാല് 5√2 ആണ്. 25നെ പുറത്തെടുത്താൽ 5√2. ഇതുപോലെ ഞാൻ അടുത്ത് M എഴുതി കഴിഞ്ഞാൽ അത് -4 ഡിനോമിനേറ്റർ എന്തായാലും തന്നെ ഒരു 5√2. N is equal to 5 divided by 5√2. അത് എത്ര? 1/√2. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും ഞങ്ങൾക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഒരു ലൈൻ 3 ആക്സിസ് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് ഇത് മൂന്നുമായിട്ടും ഈക്വലി ഇൻക്ലൈൻഡ് ആണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ കൊസൈൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഈക്വലി ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഒരേ ആംഗിൾ ഉണ്ടാക്കുക എന്നാണ് മീനിങ്. എന്ന് വെച്ചാൽ ആൽഫയും ബീറ്റയും ഗാമയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ലൈൻ എക്സ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിളും വൈ ആക്സിസ് ഉണ്ടാക്കുന്ന സെഡ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ എനിക്ക് എന്ത് പറയാം? കോസ് ആൽഫ ഇസ് ഈക്വൽ ടു കോസ് ബീറ്റ ഇസ് ഈക്വൽ ടു കോസ് ഗാമ ആയിരിക്കും. എന്ന് വെച്ചാൽ LMN എന്തായി? ഈക്വൽ ആയി. നിങ്ങൾക്ക് അറിയാലോ ഇത് തമ്മിലുള്ള റിലേഷൻ L² plus
എം സ്ക്വയർ പ്ലസ് എം സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ആണ്. ഇതെല്ലാം ഈക്വൽ അല്ലേ? അപ്പൊ ഞാൻ എല്ലാത്തിനും എൽ എന്ന് കൊടുത്തു. അപ്പൊ എൽ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഈക്വൽ ടു 1. 3 എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ എൽ സ്ക്വയർ ഈക്വൽ ടു 1/3. അപ്പൊ എല്ലിന്റെ വാല്യൂ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ടല്ല ഉണ്ടാക്കണം. അപ്പൊ 1/√3 പ്ലസ് ഓർ മൈനസ് 1/√3 ഇതാ. ഓക്കെ, രണ്ടും പറ്റും ശരിക്കും. പ്ലസും മൈനസും പറ്റും. അപ്പൊ ഡയറക്ഷൻ കൊസൈൻസ് എൽ എം എന്നിന്റെ വാല്യൂ എല്ലാം സെയിം അല്ലേ? 1/√3 1/√3 1/√3 ഇതായിരിക്കും ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ഓപ്ഷൻ സിയിലുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യനകത്ത് പറയുന്നത് കോസ് ആൽഫ കോസ് ബീറ്റ കോസ് ഗാമ ഡയറക്ഷൻ കൊസൈൻസ് ആണെങ്കിൽ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമന്റെ വാല്യൂ എത്രയെന്നാണ്. അപ്പൊ ആൽഫ ബീറ്റ ഗാമ എന്താണ്? ഡയറക്ഷൻ ആംഗിൾസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ. ഇതിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. നമ്മളിപ്പോ കഴിഞ്ഞ എല്ലാ ക്വസ്റ്റിലും പറഞ്ഞത്. ഈ 3 ഡയറക്ഷൻ കൊസൈൻസ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ എന്ത് വരും? 1 വരും. കോസ് സ്ക്വയർ ആൽഫനെ നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടല്ലോ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇതിനകത്ത് എനിക്ക് എന്ത് ചെയ്താൽ കോസ് സ്ക്വയർ എക്സിനെ 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ചെയ്താലോ? അത് വെച്ചിട്ട് ഞാൻ ഇവിടെ എഴുതിയാല് കോസ് സ്ക്വയർ ആൽഫനെ 1 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ 1 മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ 1 മൈനസ് സൈൻ സ്ക്വയർ ഗാമ ഈക്വൽ ടു 1. 1 എന്താവും? 3 മൈനസ് സൈൻ സ്ക്വയർ ആൽഫ സൈൻ സ്ക്വയർ ബീറ്റ സൈൻ സ്ക്വയർ ഗാമ. ഞാൻ എന്താ ചെയ്തത്? ഈ 3 ടേമിൽ മൈനസിനെ കോമൺ ആക്കി എടുത്തേക്ക. അപ്പൊ ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ? ഇത് ഞാൻ റൈറ്റ് സൈഡിൽ കൊണ്ട് ഈ 1നെ ലെഫ്റ്റ് കൊണ്ടുപോകും. ഇവിടെ എത്ര വരെ? 3 മൈനസ് 1 ഈക്വൽ ടു സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ബീറ്റ പ്ലസ് സൈൻ സ്ക്വയർ ഗാമ. അപ്പൊ ആൻസർ ആയില്ലേ? എത്ര വരെടാ? 3 മൈനസ് 1 2 ആയിരിക്കും ആൻസർ. ഓക്കെ, 2 ആയിരിക്കും ആൻസർ. ഒരു ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റിനകത്ത് ഒരു ലൈൻ എക്സ് ആക്സ് ഉണ്ടാകുന്ന ആംഗിൾ 45 ഡിഗ്രി, വൈ ആക്സ് ഉണ്ടാകുന്ന ആംഗിൾ 60 ഡിഗ്രി എന്ന് വെച്ചാൽ ആൽഫന്റെ വാല്യൂ 45, ബീറ്റിന്റെ വാല്യൂ 60. അങ്ങനെയാണ് സെഡ് ആക്സ് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മളിപ്പോൾ ഇതുവരെ യൂസ് ചെയ്ത ഈ റിലേഷൻ തന്നെ മതി. കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1. ഇതിനകത്ത് ആൽഫന്റെ ബീറ്റിന്റെ വാല്യൂ എടുക്കുമ്പോൾ ഗാമന്റെ വാല്യൂ കിട്ടും. കോസ് സ്ക്വയർ 45 പ്ലസ് കോസ് സ്ക്വയർ 60 പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1. കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. അപ്പൊ 1/√2 സ്ക്വയർ പ്ലസ് കോസ് 60 1/2 സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഈക്വൽ ടു 1. 1/2 പ്ലസ് 1/4 പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1. ഇത് രണ്ടും കൂടെ ആയത് ഹാഫും 1/4 അല്ലേ? അപ്പൊ 3/4 പ്ലസ് കോസ് സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1. കോസ് സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു 1 മൈനസ് 3/4 എത്ര വരും? 1/4. അപ്പൊ കോസ് ഗാമ എത്രടാ? പ്ലസ് ഓർ മൈനസ് 1/2 അല്ലേ? അപ്പൊ കോസ് ഗാമന്റെ വാല്യൂ 1/2 ആണെങ്കിൽ ഗാമ എത്രയാടാ? 60 ഡിഗ്രി. ഈ ആൻസർ ആണ് ഓപ്ഷൻസിൽ ഉള്ളത്. മൈനസ് 1/2 ആൻസർ ഓപ്ഷൻസിൽ ഇല്ല. അപ്പൊ ഇതായിരിക്കും ആൻസർ വരിക. ഗാമ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റിനകത്ത് ഒരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് വെക്ടർ ഇക്വേഷൻ ആണ്. ഇതിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടല്ലോ? ആർ ഈക്വൽ ടു, ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എനിക്ക് എ. ഈ പോയിന്റ് x1 y1 z1 ഇങ്ങനെയാണ് കാർട്ടീഷ്യൻ ഫോമിൽ തരിക. ഇവിടെ ഒറിജിൻ ഉണ്ടെങ്കിൽ ഇതിന്റെ പൊസിഷൻ വെക്ടർ ആയിരിക്കും വെക്ടർ ഫോമിൽ തന്നിട്ടുണ്ടാവും. വെക്ടർ. ഓക്കെ, ഇത് വെക്ടർ ഫോമുല തരാം, ഇത് കാർട്ടീഷ്യൻ ഫോമുല തരാം. ഇനി ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ ഉണ്ട്, വെക്ടർ ബി. ഇതായിരിക്കും വെക്ടർ ഫോമിൽ തന്നിട്ടുണ്ടാവുക. ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആയിരിക്കും കാർട്ടീഷ്യനിൽ തന്നിട്ടുണ്ടാവുക, എ ബി സി. ഓക്കെ, ഇങ്ങനെയാണ് ഡാറ്റ തരിക. ഇതിനകത്ത് വെക്ടർ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാവാറ്? വെക്ടർ ഇക്വേഷൻ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി. ഈ ഫോർമാറ്റിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പൊ ഈ ഫോർമാറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അത് ഈ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ്. എന്ന് വെച്ചാൽ വെക്ടർ എ എന്ന് പറഞ്ഞാൽ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ്. 3i ക്യാപ് പ്ലസ് 4j ക്യാപ് മൈനസ് k ക്യാപ്.
ഇത് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണെങ്കിൽ ആ പോയിന്റ് ഏതായിരിക്കും? x1 y1 z1 ന്റെ വാല്യൂ എന്തായിരിക്കും? 3 4 -1 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. 3 4 -1. ഇനിയോ ഈ ലൈന് പാരലൽ ആയിട്ടുള്ള വെക്ടർ അല്ലേ വെക്ടർ ബി? ആ വെക്ടർ ബി ആണ്. വെക്ടർ ബി ഈക്വൽ ടു 5i ക്യാപ് മൈനസ് 6j ക്യാപ് പ്ലസ് 4k ക്യാപ്. ഈ വെക്ടർ ഈ ലൈന് പാരലൽ ആണല്ലോ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഡയറക്ഷൻ റേഷ്യോ നമ്മൾ എന്തായിട്ട് എടുത്താൽ മതി? സെയിം ആയിട്ട് എടുത്താൽ മതി. ഒരേ റേഷ്യോയിലായിരിക്കും ഡയറക്ഷൻ റേഷ്യോസ് വരിക. സെയിം ആയിട്ട് എടുത്താൽ ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആയിട്ട് ഇതിനെടുത്തു 5 -6 4. റെഡി അല്ലേ? അപ്പൊ എനിക്ക് എന്താ കിട്ടാൻ നോക്ക്? ലൈനിന്റെ ഇക്വേഷൻ ഈ കാർട്ടീഷ്യൻ ഫോമിൽ എഴുതണം. കാർട്ടീഷ്യൻ ഫോമിൽ എന്താ ഇക്വേഷൻ ഉണ്ടാവുക? x minus x1 by a equal to y minus y1 by b is equal to z minus z1 by c. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? നോക്ക്, x minus 3 by 5 equal to y minus 4 by minus 6 equal to z minus minus 1 by 4. ഇതായിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുക. ഇതാണ് ഇതിന്റെ മെത്തേഡ്. നോക്ക്, ഇനി ഇത് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ വെക്ടർ ഫോമിലാണ് കാർട്ടീഷ്യൻ ഫോമില തന്നെയായിരിക്കും. x മൈനസ് x1 ബൈ a is equal to y മൈനസ് y1 ബൈ b is equal to z മൈനസ് z1 ബൈ c. ഇങ്ങനെ കാർട്ടീഷ്യൻ ഫോമിലാണുള്ളതെന്ന് വിചാരിക്കുക. ഇത് കണ്ടു കഴിയുമ്പോൾ ഇത് നമ്മൾ എന്തിലോട്ട് മാറ്റുകയാണ്? വെക്ടർ ഫോമിലോട്ട് മാറ്റുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും പാസ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? x1 y1 z1 ആണ്. ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ഏതാണ്? എ ബി സി ആണ്. പാസ് ചെയ്യുന്ന പോയിന്റ് കിട്ടിയാൽ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ഉണ്ടാക്കാൻ പറ്റും. x1 i ക്യാപ് പ്ലസ് y1 j ക്യാപ് പ്ലസ് z1 k ക്യാപ്. ഡയറക്ഷൻ റേഷ്യോസ് കിട്ടിയാൽ പാരലൽ വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. a i ക്യാപ് പ്ലസ് b j ക്യാപ് പ്ലസ് c k ക്യാപ്. എന്നിട്ട് ഇവിടെ എന്ത് എഴുതിയാൽ മതി? r ഈക്വൽ ടു a പ്ലസ് ലാംഡ ബി. എക്ക് പകരം കൊടുക്കേണ്ടത് ഈ പോയിന്റ് വെച്ചിട്ടുണ്ടാക്കിയത്, ബിക്ക് പകരം കൊടുക്കേണ്ടത് ഈ പാരലൽ വെക്ടർ ഈ ഡയറക്ഷൻ റേഷ്യോസ് വെച്ചിട്ടുണ്ടായിട്ടു. ഓക്കെ, തന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ച് അങ്ങോട്ടും മാറ്റാൻ പറ്റും. വെക്ടറും കാർട്ടീഷ്യനും എങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ നേരെ റിവേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളൂ കാർട്ടീഷ്യൻ ഫോമിൽ തന്നിട്ട് വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പാസ് ചെയ്ത് പോണ പോയിന്റ് കണ്ടുപിടിക്കണം. x1 y1 z1. x മൈനസ് x1 അപ്പൊ 6, y മൈനസ് -2 ആയിരിക്കും, z മൈനസ് 3 അല്ലേ. ഇനി ഡയറക്ഷൻ റേഷ്യോസ് എ ബി സി -4 7 -2. പോയിന്റ് കിട്ടി, ഡയറക്ഷൻ റേഷ്യോസ്. ഈ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? പൊസിഷൻ വെക്ടർ ഓഫ് പോയിന്റ് കിട്ടും. 6i ക്യാപ് മൈനസ് 2j ക്യാപ് പ്ലസ് 3k ക്യാപ്. ഈ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടിയ എനിക്ക് പാരലൽ വെക്ടർ കിട്ടും. -4i ക്യാപ് പ്ലസ് 7j ക്യാപ് മൈനസ് 2k ക്യാപ്. അപ്പൊ ഇനി r is equal to a plus lambda b 6i minus 2j plus 3k plus lambda into -4i plus 7j minus 2k. ഇതായിരിക്കും ആൻസർ വരുന്നത്. നിങ്ങൾ ഓപ്ഷൻസിൽ ചെക്ക് ചെയ്ത് നോക്ക്. ഓപ്ഷൻ സി ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഈ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് തന്നിട്ട്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ, കെ എന്ന് പറഞ്ഞാൽ താഴെ ഡയറക്ഷൻ റേഷ്യോസിന്റെ കൂടെ അല്ലേ. അപ്പൊ നമുക്ക് ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് a1 b1 c1 is equal to -3 2k 2. ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് a2 b2 c2 equal to 3k 1 -5. ലൈൻസ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് കണ്ടീഷൻ എന്താ വരിക എന്ന് പറയുന്നത്? a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 is equal to 0 എന്നാണ് കണ്ടീഷൻ വരിക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ a1 by a2 equal b1 by b2 equal c1 by c2. പെർപെൻഡിക്കുലർ ആണെങ്കിൽ a1 a2 plus b1 b2 plus c1 c2 is equal to 0. ഇതിനകത്ത് കൊടുത്താൽ -3 into 3k plus 2k into 1 plus 2 into -5 is equal to 0. -9k plus 2k minus 10 is equal to 0. ഇവിടെ എത്ര ഉണ്ടാവുക? -7k is equal to 10. k is equal to -10 by 7. -10 by 7. ആൻസർ വരെ ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒമ്പതാമത്തെ ക്വസ്റ്റിനകത്ത് ഒരു ലൈൻ തന്നിട്ടുണ്ട്. ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റാണ് തന്നത്. ഒന്ന് ഈ പോയിന്റും ഒന്ന് ഈ പോയിന്റും.
ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിട്ട് 2x + y + z = 7. ഈ പ്ലെയിനെ ഈ ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. ആദ്യം ഞാൻ ഈ ലൈനിന്റെ ഇക്വേഷൻ ഉണ്ടാക്കും. ലൈനിന്റെ ഇക്വേഷൻ ഇത് ഫസ്റ്റ് പോയിന്റ്, ഇത് സെക്കൻഡ് പോയിന്റ്, x1 y1 z1 x2 y2 z2. ഇപ്പൊ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകണം. x - x1 / x2 - x1 = y - y1 / y2 - y1 = z - z1 / z2 - z1. x - 3 divided by 2 - 3 -1. y - -4 is equal to -3 - -4 എത്ര ആവും? 1. z - -5 is equal to 1 - -5 6. ഇതായിരിക്കും എന്തിന്റെ ഇക്വേഷൻ? ഈ ലൈനിന്റെ ഇക്വേഷൻ വരിക. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഈ ലൈനിന്റെ മുകളിൽ ഈ പോയിന്റ് അല്ല എനിക്ക് കിട്ടേണ്ടത്. ആ പോയിന്റ് പ്രത്യേകത എന്താ? ഈ പോയിന്റ് ഈ പ്ലെയിനിന്റെ മുകളിലുള്ള പോയിന്റ് ആണ്. ഞാൻ ഈ ലൈനിന്റെ ഇക്വേഷന് ഈക്വൽ ടു ലാംഡ എന്ന് കൊടുത്തു. ഈക്വൽ ടു ലാംഡ. അപ്പൊ എന്താ സംഭവിക്കാറ്? x - 3 divided by -1 is equal to ലാംഡ അല്ലേ? അപ്പൊ x - 3 is equal to - ലാംഡ, അല്ലെങ്കിൽ x is equal to ഇതപ്രകാരം -ലാംഡ + 3. x കിട്ടി. y + 4/1 is equal to ലാംഡ. ഇവിടെ എന്താ കിട്ടുക? y is equal to ലാംഡ - 4. z + 5/6 is equal to ലാംഡ. ഇവിടെ എന്താ കിട്ടുക? z is equal to 6 ലാംഡ - 5. എന്ന് വെച്ചാൽ ഈ പോയിന്റ് P ആണെങ്കിൽ ഈ P എന്ന് പറയുന്ന പോയിന്റിനെ എനിക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? P എന്ന് പറയുന്ന പോയിന്റ് XYZ കോർഡിനേറ്റ്സ് എനിക്ക് എന്ത് കൊടുക്കാം? P - ലാംഡ + 3 ലാംഡ - 4, 6 ലാംഡ - 5. ഇങ്ങനെ ആയിരിക്കും ഒരു ലൈനിന്റെ മുകളിൽ ഒരു പോയിന്റ് എനിക്ക് കിട്ടുക. അപ്പൊ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പോയിന്റ് ഈ പ്ലെയിനിന്റെ മുകളിലുള്ളതല്ലേ? പ്ലെയിനിന്റെ മുകളിലുള്ള പോയിന്റ് ആണെങ്കിൽ പ്ലെയിനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ ഞാൻ ആ പോയിന്റ് എടുത്തിട്ട് ഈ പ്ലെയിനിന്റെ ഇക്വേഷനിൽ കൊടുത്ത് 2x + y + z = 7. അങ്ങനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? ലാംഡന്റെ വാല്യൂ കിട്ടും. ആ ലാംഡന്റെ വാല്യൂ തിരിച്ചുവിടെ കൊടുത്താൽ എന്ത് കിട്ടി? ഈ പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് കൊടുത്താൽ 2 × -ലാംഡ + 3 + ലാംഡ - 4 + 6 ലാംഡ - 5 = 7. -2 ലാംഡ + 6 ലാംഡ - 4 + 6 ലാംഡ - 5 = 7. -2 ലാംഡ + ലാംഡ അപ്പൊ എത്ര വരും? 7 ലാംഡ 5 ലാംഡ = ഇവിടെ എത്ര ആള്? -9 + 6 -3 അപ്പൊ = 10 ആയി. അപ്പൊ ലാംഡന്റെ വാല്യൂ എത്ര? 2 ആണ് വരും. ലാംഡന്റെ വാല്യൂ 2. അതിനകത്ത് കൊടുത്ത ആൻസർ ആയി P is equal to -2 + 3 2 - 4 6 × 12 - 5. അപ്പൊ ആൻസർ എത്ര വരാനുണ്ട്? 1 - 2 7. ഇതായിരിക്കും ആൻസർ. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യനിൽ ലൈനിന്റെ ഇക്വേഷനാണ് ചോദിച്ചത്. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 2 - 1 എന്നാണ്. മാത്രമല്ല ലൈൻ ഇതിന് പാരലലുമാണ്. ഇതിന് പാരലൽ ആണെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ഇല്ലേ? എത്രയാ? 2 7 -3. ഇതേ ഡയറക്ഷൻ റേഷ്യോ തന്നെയായിരിക്കും മറ്റേ ലൈൻ ഉണ്ടാവും. കാരണം രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഡയറക്ഷൻ റേഷ്യോസ് ഒരേ റേഷ്യോയിലായിരിക്കും വരിക, അല്ലെങ്കിൽ സെയിം ആണെന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ പോയിന്റ് ഏതാ വരിക? x1 y1 z1 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ വരിക? 2 - 1 1. അതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ABC എന്ത് വരും? 2 7 -3. അപ്പൊ ലൈനിന്റെ ഇക്വേഷൻ എന്താ വരിക? x - x1/a = y - y1/b = z - z1/c. x - 2/2 = y - -1/7 = z - 1/-3. ഇതായിരിക്കും ആൻസർ. വേണ്ട ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻ തന്നിട്ട് ഈ രണ്ട് ലൈൻസ് കോപ്ലാനാർ ആണെന്ന് പറഞ്ഞു. കോപ്ലാനാർ അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. രണ്ട് ലൈൻസ് തന്നിട്ട് കോപ്ലാനാർ ആവുള്ള കണ്ടീഷൻ ചോദിച്ചാൽ A2 - A1 ഡോട്ട് B1 × B2 = 0 ആണെന്നാണ് മീനിങ്. ഇത് വെക്റ്റർ ഫോമിൽ തരുമ്പോഴാണ്. കാർട്ടീഷ്യൻ ഫോമിലാണെങ്കിലോ A2 - A1 പകരം x2 - x1 y2 - y1 z2 - z1 A1
B1 C1 A2 B2 C2 ഇത് x1 y1 z1 a1 b1 c1 x2 y2 z2 a2 b2 c2 ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈക്വൽ ടു എന്ത് വരണം 0 വരണം. കാർട്ടീഷ്യൻ ഫോം ഇവിടെ ചെയ്തു നോക്കുക. ഇവിടെ ഫസ്റ്റത്തെ ലൈനിൽ പോയിന്റ് ഏതാ വരിക -3 1 5 ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് -3 1 5 തന്നെ. ഇവിടെ പോയിന്റ് ഏതാ വരിക -1 2 5 ഡയറക്ഷൻ റേഷ്യോസ് -1 k 5. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ -1 -3 2 -1 5 -5 താഴെ -3 1 5 -1 k 5. ക്ലിയർ ആണല്ലോ? ഇത് ഈക്വൽ ടു എന്ത് വരണം 0 വരണം. വാല്യൂസ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പൊ എന്താ വരിക 2 1 0 -3 1 5 -1 k 5 ഈക്വൽ ടു 0. ഞാൻ എക്സ്പാൻഡ് ചെയ്തോ 2 into 5 minus 5k minus 1 into minus 15 plus 5 is equal to 0. 2 into 5 minus 5k expand here 10 minus 10k plus 15 under minus 10 11 plus 10 equal to 0. 10k equal to 20. Now k is equal to 2 ആയിരിക്കും ആൻസർ. k ന്റെ വാല്യൂ 2 ആയിരിക്കും വരിക. അപ്പോൾ ഏതൊരു ആൻസർ 11 ആൻസർ ബി ആയിരിക്കും വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ലൈനിന്റെ ഇക്വേഷനാണ് കണ്ടത്. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് 1 1 1 ആണ്. പിന്നെ അത് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ള പ്ലെയിൻ ആണിത്. എന്ന് വെച്ചാൽ നമ്മളടുത്ത് പറഞ്ഞത് ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതാ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ഏതിലൂടെ പാസ് ചെയ്ത് പോകണം 1 1 1. ഇങ്ങനെ പോകണ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ലൈനിന്റെ ഇക്വേഷൻ പ്ലെയിനിന്റെ ഇക്വേഷൻ എന്നാൽ ax plus by plus cz plus dc equal to 0. ഇങ്ങനെ ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ തന്നിരിക്കും. ഇതിന്റെ മീനിങ് എന്താ പറയുക, ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈനോ അല്ലെങ്കിൽ ഒരു വെക്ടറോ ഉണ്ടെന്ന് ഇരിക്കുക. ഈ ലൈൻ അല്ലെ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ശരിക്കും എ ബി സി. ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ കിട്ടിയ ഏറ്റവും ആദ്യം കിട്ടുന്ന ഡാറ്റ ഇതാണ്. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആയിരിക്കും ഇത് എയും ബിയും സിയും. ഇത് വെച്ചിട്ട് ഈ പ്ലെയിനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് നോക്കിയിട്ട് ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് പറയാൻ പറ്റും. നമ്പേഴ്സ് വെച്ചിട്ട് പറഞ്ഞോണ്ട് ഡയറക്ഷൻ റേഷ്യോസ് എന്താണ് 2 3 -1 ആയിരിക്കും വരിക. അപ്പൊ ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എനിക്ക് കിട്ടി എ ബി സി. ഈ പോയിന്റും കിട്ടി x1 y1 z1. അപ്പൊ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാവുക x minus x1 by a equal to y minus y1 by b equal to z minus z1 by c. ആൻസർ വരിക x minus 1 by 2 equal to y minus 3 by 2 equal to y minus 1 by 3 is equal to z minus 1 by minus 1. ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ഓക്കെ, നിങ്ങൾ ഓപ്ഷൻ സെക്യൂരിറ്റി ഓപ്ഷൻ എ ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ വരുന്ന 12ാമത്തെ. ഓക്കെ, അടുത്ത ദിവസം 13ാമത്തെ ക്വസ്റ്റിനകത്ത് എന്താ ചോദിച്ചത്, രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻസ് ഇതിനകത്തുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഷോർട്ട് ഡിസ്റ്റൻസ് എങ്ങനെയാ കിട്ടുക a2 minus a1 dot b1 cross b2 by modulus of b1 cross b2. അപ്പോൾ ഇതിനകത്തുള്ള ഓരോ ടേംസും ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും. അത് ഇതിനകത്തുള്ള പോയിന്റ് നോക്കിയിട്ട് ഇതിനകത്തുള്ള പോയിന്റ് ഏതാ x1 y1 z1 ഏതാ പോയിന്റ് 3 8 3. ഡയറക്ഷൻ റേഷ്യോസ് a1 b1 c1 a1 b1 c1 equal to 3 minus 1 1. അപ്പോൾ ആദ്യത്തെ പോയിന്റ് കിട്ടി a1 equal to 3i cap plus 8j cap plus 3k cap. b1 equal to ഇതിന്റെ പാരലൽ വെക്ടർ 3i cap minus j cap plus k cap. ഇത് നമ്മൾ ആദ്യത്തെ 1-2 ക്വസ്റ്റ്യൻസിലായിട്ട് പറഞ്ഞു വെച്ചിരുന്നു. ഓക്കെ, എങ്ങനെയാണ് മാറ്റുക ആറാമത്തെ ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ വെക്ടർ കാർട്ടീഷ്യൻ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു, അതിനകത്ത് നമ്മൾ ചെയ്താണ്. അതുപോലെ ഇത് വെച്ചിട്ട് ഇതിനുള്ള പോയിന്റ് x2 y2 z2 ഈക്വൽ ടു -3 -7 6 -3 -7 6 a2 b2 c2 ഈക്വൽ ടു -3 2 4. അപ്പൊ ഇതിന് a2 എന്ന് പറഞ്ഞ വെക്ടർ കിട്ടും. ഏതാ
-3 i cap -7 j cap +6 k cap. B2 എന്ന് പറഞ്ഞ വെക്ടർ -3 i cap +2 j cap +4 k cap. ഓക്കെ അല്ലേ? ഇനി ഇതിനകത്തുള്ള ഓരോ ടേംസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കും. a2 - a1 എന്നാണ്. a2 - a1 = ഇതാണ് a2, ഇതാണ് -3i -3i -6i -7j -8j -15j 6k -3k +3k. ഇതാണ് a2 - a1. ഇനി എന്താ വരണ്ടേ? b1 ക്രോസ് b2 കിട്ടണം. b1 ക്രോസ് b2 = ക്രോസ് പ്രൊഡക്റ്റ് അല്ല, അപ്പൊ ഡിറ്റർമിനന്റ് ijk b1 3 -1 1 എന്നിട്ട് -3 2 4. ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? -4 -2 -6 i cap 12 + 3 15 -15 j cap. ഇത് ചെയ്താൽ 6 -3 +3 k cap ഇങ്ങനെ കിട്ടും. റെഡി അല്ലേ? ഇനി എന്തായിട്ടുണ്ട്? ഷോർട്ട് ഡിസ്റ്റൻസ് കിട്ടാണെങ്കിൽ a2 - a1 ഡോട്ട് b1 ക്രോസ് b2. ഇതല്ലേ ന്യൂമറേറ്ററിലുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കണം. ഇതും കൂടെ ഡോട്ട്. ഇപ്പൊ -6 × -6 36 പ്ലസ് -15 × -15 225 പ്ലസ് 3 × 3 9. റെഡി ആണെന്ന് ഇരിക്കണം. എങ്ങനെയാ ഡോട്ട് പ്രോഡക്റ്റ് അല്ലേ? a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 വെക്ടേഴ്സിൽ ഇപ്പൊ എത്ര വരിക? 36 9 45 45 225 കൂടെ 270. ഓക്കെ അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത് നോക്ക്? b1 ക്രോസ് b2ന്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. എത്ര വരിക? √. ഇതല്ലേ b1 ക്രോസ് b2ന്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ a² + b² + c². എത്ര വരിക? 36 പ്ലസ് 225 പ്ലസ് 9 √270. അപ്പൊ ആൻസർ കിട്ടി. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് a2 - a1 മോഡുലസ് ഓഫ് a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2. മുകളിൽ എത്ര ആൻസർ? 270 അല്ലേ? താഴത്തോ √270. അപ്പൊ ആൻസർ എന്താ? √270. ഇതിന് നമുക്ക് എന്ത് ചെയ്താം? 9 × 30 എന്ന് എഴുതാം. അപ്പൊ ആ 9 പുറത്തുനിന്ന 3√30 ആയിരിക്കും ഫൈനൽ ആൻസർ. 3√30. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചത് രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻസ് എന്നിട്ട് ഇതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ചോദിച്ചത്. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്. അപ്പൊ നമ്മള് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലേ വെക്ടർ ബി. ഈ വെക്ടർ ബിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആയിരിക്കുമല്ലോ ഈ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ്. അപ്പൊ ആദ്യത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എത്ര വരിക? 3 0 -4 3 0 -4. കാരണം ജെ ഇല്ലല്ലോ, അതുകൊണ്ട് 0. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ റേഷ്യോസ് ആദ്യത്തെ ലൈനിന്റെ. രണ്ടാമത്തെ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എഴുതിയാൽ a2 b2 c2 = 2 1 -3. രണ്ട് ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടിയാൽ അതിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ കാണാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മോഡുലസ് ഓഫ് a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ബൈ റൂട്ട് ഓഫ് a1² പ്ലസ് b1² പ്ലസ് c1² ഇൻറ്റു റൂട്ട് ഓഫ് a2² പ്ലസ് b2² പ്ലസ് c2². ഇതിനകത്ത് വാല്യൂ കൊടുത്താൽ 3 × 2 6 പ്ലസ് 0 പ്ലസ് 12 ബൈ റൂട്ട് ഓഫ് a² പ്ലസ് b² പ്ലസ് c² 9 പ്ലസ് 0 പ്ലസ് 16 ഇൻറ്റു റൂട്ട് ഓഫ് 4 പ്ലസ് 1 പ്ലസ് 9. മുകളിൽ എത്ര വരിക? 18. താഴെ എത്രയാ? 25 സ്ക്വയർ റൂട്ട് 5. എത്ര വരിക? 14. 5√14. ഇതാണ് കോസ് തീറ്റ. അപ്പൊ തീറ്റ എത്രയാ നമ്മൾ എഴുതുക? കോസ് ഇൻവേഴ്സ് 18/5√14. ഇതായിരിക്കും ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 15ാമത്തെ ക്വസ്റ്റിനകത്ത് ഈ രണ്ട് ലൈൻസിന് അടുത്തുള്ള ആംഗിൾ കാണാൻ തരാം. ആംഗിൾ എങ്ങനെ കാണുക? നമ്മൾ ഇതിനെ തൊട്ടുമ്പോൾ 14ാമത്തെ ക്വസ്റ്റിനകത്ത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യം കിട്ടണം ഈ രണ്ട് ലൈൻസിന്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടണം. ഫസ്റ്റത്തെ ലൈനിന് പ്രശ്നമൊന്നുമില്ലടാ. ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് a1 b1 c1 എന്ന് പറഞ്ഞാൽ അത് 2 5 4 ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? x - x1/a y - y1/b z - z1/c ഇങ്ങനെയല്ലേ കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം അറിയോ? ഇതില് x - x1 അങ്ങനെയല്ല ഉള്ളത്, ഇത് തിരിഞ്ഞുണ്ട്.
ഇവിടെ y നല്ലുള്ള 2y ഉണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പൊ ഞാൻ ഇതിനെ കറക്റ്റ് ചെയ്യണം. ഇവിടെ ശരിക്കും x മൈനസ് x1 ആവണമെങ്കിൽ ഞാൻ മുകളിൽ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഞാൻ മുകളിൽ താഴെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x മൈനസ് 1/1 ആയിക്കോളും. അപ്പൊ കറക്റ്റ് ആയി. അടുത്തതിൽ 2y പാടില്ല, y നെ പാടില്ല. ഞാൻ ഒരു 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് മുകളിലും താഴെയൊക്കെ. അപ്പൊ y പ്ലസ് 1/2 എന്നാവും. ഇതിനെ -1 മൾട്ടിപ്ലൈ ചെയ്താൽ z മൈനസ് 3/-3. ഇപ്പൊ റെഡിയായി. ഇത് a1 b1 c1. ഇവിടെ a2 b2 c2 ഈക്വൽ ടു 1 2 -3. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആംഗിൾ cos θ is equal to a1 a2 plus b1 b2 plus c1 c2 by root of a square plus b square plus c square, a2 square plus b2 square plus c2 square. ഇവിടെ എന്താ വരിക നോക്കിയേ? 2 into 1 2, 5 into 2 10 minus 12 divided by. എടാ ഇതില് മുകളിൽ നോക്കിയാൽ നിങ്ങളത് 0 ആയില്ലേ? അപ്പൊ ബാക്കി ഡിനോമിനേറ്റർ എഴുതേണ്ട കാര്യമില്ല. കോസ് തീറ്റന്റെ വാല്യൂ 0 ആണ്. തീറ്റന്റെ വാല്യൂ എത്ര? 90 ഡിഗ്രി. അപ്പൊ രണ്ടെണ്ണത്തിന് അടുത്തുള്ള ആംഗിൾ എത്ര? 90 ഡിഗ്രി. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യനിലെ രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻസ് വന്നിട്ട് ഈ രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ലൈനിന്റെ ഇക്വേഷൻ ഈക്വൽ ടു ലാംഡ എന്നും സെക്കൻഡ് ലൈനിന്റെ ഇക്വേഷൻ ഈക്വൽ ടു കെ എന്നും കൊടുത്ത്. ഇതെന്തിനാ അങ്ങനെ ചെയ്യണത്? ഈ ഫസ്റ്റ് ഇപ്പൊ ഇത് x പ്ലസ് 1/3 ഈക്വൽ ടു ലാംഡ ആണെങ്കിൽ x പ്ലസ് 1 ഈക്വൽ ടു 3 ലാംഡ. അപ്പൊ x ഈക്വൽ ടു 3 ലാംഡ മൈനസ് 1 ആവും അല്ലേ? അതുപോലെ ഞാൻ y എഴുതിയാൽ y ഈക്വൽ ടു 5 ലാംഡ മൈനസ് 3. 5 ലാംഡ മൈനസ് 3. അടുത്തത് എഴുതിയാൽ z ഈക്വൽ ടു 7 ലാംഡ മൈനസ് 5. ഇങ്ങനെ എക്സും വൈയും സെറ്റും ഒക്കെ ഈ ലാംഡ എന്നുള്ള പാരാമീറ്ററിന്റെ ടേംസിലോട്ട് മാറിയല്ലോ. അതുപോലെ ഇവിടെ മാറ്റും. x ഈക്വൽ ടു 1k പ്ലസ് 2, y is equal to 3k plus 4, z equal to 5k plus 6. ഇങ്ങനെ കിട്ടും. രണ്ടുകൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് പ്രത്യേകം എന്താ? രണ്ട് സ്ഥലത്തും എക്സിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും, വൈന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും, സെറ്റിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും ഇന്റർസെക്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ ആദ്യം എക്സിന്റെ വാല്യൂ ഇക്വേറ്റ് ചെയ്ത് 3 ലാംഡ മൈനസ് 1 is equal to k plus 2. വൈന്റെ വാല്യൂ ഇക്വേറ്റ് ചെയ്ത് 5 ലാംഡ മൈനസ് 3 is equal to 3k plus 4. സെറ്റിന്റെ വാല്യൂ ഇക്വേറ്റ് ചെയ്യാം, പക്ഷെ അതിന്റെ ആവശ്യമില്ല, രണ്ടെണ്ണം മതി. കാരണം ഇവിടെ 3 ലാംഡ മൈനസ് k is equal to 3. ഇതോ 5 ലാംഡ മൈനസ് 3k equal to 7. ഇങ്ങനെ കിട്ടില്ലേ? ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ എനിക്ക് ലാംഡ ഒക്കെ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അപ്പൊ തന്നെ പോയിന്റിന്റെ വാല്യൂ കിട്ടും, എക്സും വൈ സെറ്റും. അത് സോൾവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് നോക്ക്. ഇതിനകത്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 ലാംഡ മൈനസ് 3k is equal to 9. ഇത് അതുപോലെ തന്നെ 5 ലാംഡ മൈനസ് 3k is equal to 7. ഇത് ഒന്നാമത്തത് രണ്ടാമത്തതാണെങ്കിൽ ഒന്നാമത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ ഒന്നും ചെയ്തില്ല. അതുപോലെ എന്നിട്ട് നീ എന്താണ് മൈനസ് ചെയ്താൽ 3k കട്ടായി. 9 ലാംഡ മൈനസ് 5 ലാംഡ 4 ലാംഡ ഈക്വൽ ടു 9 മൈനസ് 7 2. ലാംഡ is equal to 2/4 1/2. ഇനി കെന്റെ വാല്യൂ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലാംഡ കിട്ടിയാൽ തന്നെ നമുക്ക് പോയിന്റ് കിട്ടിയില്ലേ? ഇതാ ഇവിടെ കൊടുത്താൽ മതി. അപ്പൊ പോയിന്റ് എന്താ വരിക? പറയും x ഈക്വൽ ടു 3 ലാംഡ. അപ്പൊ 3 into 1/2 മൈനസ് 1. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചെയ്യണം കേട്ടോ. 3/2 മൈനസ് 1/2. y is equal to 5 into 1/2 minus 3 minus 1/2. z equal to 7 into 1/2 minus 5. ഇതെത്ര? മൈനസ് 3/2. ഇതായിരിക്കും പോയിന്റ്. 1/2 മൈനസ് 1/2 മൈനസ് 3/2. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക 16. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 17ാമത്തെ ക്വസ്റ്റിനകത്ത് ഒരു പ്ലെയിന്റെ ഇക്വേഷൻ തന്നിട്ട് ഇതിന്റെ ഇന്റർസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, കോർഡിനേറ്റ് ആക്സിന്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഇന്റർസെപ്റ്റ്, അത് എക്സ് ഇന്റർസെപ്റ്റ്, വൈ ഇന്റർസെപ്റ്റ്, സെഡ് ഇന്റർസെപ്റ്റ്. ഈ മൂന്നെണ്ണത്തിനും കൂടെ ആൾജിബ്രൈക് സം എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ഇന്റർസെപ്റ്റ് ഫോം അറിയണം. x/a പ്ലസ് y/b പ്ലസ് z/c is equal to 1. ഇതാണ് ഇന്റർസെപ്റ്റ് ഫോം. ഇതാണ് എക്സ് ഇന്റർസെപ്റ്റ്, ഇതാണ് വൈ ഇന്റർസെപ്റ്റ്, ഇതാണ് സെഡ് ഇന്റർസെപ്റ്റ്. അപ്പൊ ഇതിനെ ഞാൻ ആ ഫോമിലോട്ട് എത്തിക്കണം. x പ്ലസ് 3y മൈനസ് 4z ഈക്വൽ ടു മൈനസ് 6 എഴുതി. കാരണം ഇവിടെ റൈറ്റ് സൈഡിൽ 1 അല്ല വരണ്ടേ, അവിടെ 1 വരണം. അപ്പൊ ഞാൻ മൈനസ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. x ബൈ മൈനസ് 6 പ്ലസ് 3y ബൈ മൈനസ് 6 മൈനസ് 4z ബൈ മൈനസ് 6 is equal to 1. എന്തായി? x ബൈ മൈനസ് 6 പ്ലസ് y ബൈ മൈനസ് 2 പ്ലസ് ആവുന്നത് z ബൈ ഇവിടെ എത്ര ഉണ്ടാവും? 2/3 അല്ലേ? 2z ബൈ 3 is equal to 1. x ബൈ x ഇന്റർസെപ്റ്റ് മൈനസ് 6
y ഇന്റർസെപ്റ്റ് -2, z ഇന്റർസെപ്റ്റ് ഇവിടെ 3 അല്ല, ഇവിടെ 2 ഉള്ളതുകൊണ്ട് ഈ 2 അടിയിൽ 3/2 ആയില്ലേ. അപ്പൊ ഇതായിരിക്കും എന്ത് z ഇന്റർസെപ്റ്റ്. അപ്പൊ മൂന്നെണ്ണത്തിനുള്ള സം എത്ര? -6 -2 + 3/2 -8 + 3/2 എത്രടാ? -16 + 3/2. ആൻസർ -13/2. -13/2 ആണ് ഒരു ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 18ാമത്തെ ക്വസ്റ്റ്യനില് രണ്ട് പ്ലെയിൻ തന്നിട്ട് ഇതിന്റെ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യണ ഈ പോയിന്റിലൂടെയും പാസ് ചെയ്യണ പ്ലെയിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചത്. നമ്മൾ എന്താ ചെയ്ത് വെച്ചാല് ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ, വേറെ പ്ലെയിൻ, രണ്ട് പ്ലെയിൻസിന്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ടെന്ന് ഇരിക്കും. ഇതിന്റെ ഇക്വേഷൻ പ്ലെയിൻ്റെ ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ പൈ എന്നാണ് സാറിന് ഡിനോട്ട് ചെയ്തത്. π1 = 0 ആയിക്കോട്ടെ. രണ്ടാമത്തെ പ്ലെയിൻ്റെ ഇക്വേഷൻ π2 = 0 ആണെങ്കിൽ ഇത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ലൈനിലായിരിക്കും. രണ്ട് ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോയിന്റിലും രണ്ട് പ്ലെയിൻ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ലൈനിലും ആയിരിക്കും. ഈ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്ത് പോണേ മൂന്നാമതൊരു പ്ലെയിനും കൂടെ നമ്മൾ ഉണ്ടാക്കിയെന്നിരിക്കും. ഇങ്ങനെ ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നറിയോ? ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോർമാറ്റിലായിരിക്കും വരിക. അപ്പൊ രണ്ട് പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നാൽ അതിന്റെ ഇന്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ ചോദിച്ചാൽ ഫസ്റ്റ് ഇക്വേഷൻ പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് ഇക്വേഷൻ ഇസ് ഈക്വൽ 0 എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഈ ലാംഡന്റെ വാല്യൂ കിട്ടിയാൽ ആൻസർ ആയി. ലാംഡന്റെ വാല്യൂ കിട്ടാൻ നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്തിട്ട് പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റും കൂടെ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കുക എങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താ? x + y + z - 6 പ്ലസ് ലാംഡ ഇൻറ്റു 2x + 3y + 4z + 5 is equal to 0. ഇതിന് ഞാൻ ഇങ്ങോട്ട് എടുത്ത ലെഫ്റ്റിലോട്ട് എടുത്തിട്ടാണ് ചെയ്തത് കേട്ടോ. ഇനി ഇത് പാസ് ചെയ്ത് പോണ പോയിന്റ് ആണ് ഇത് 1 1 1 1 1 1 പാസ് ചെയ്ത് പോകണം. അപ്പൊ ഇത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സാറ്റിസ്ഫൈ ചെയ്യണം. 1 + 1 + 1 - 6 പ്ലസ് ലാംഡ ഇൻറ്റു 2 + 3 + 4 + 5 is equal to 0. ഇത് എത്രടാ? -3 പ്ലസ് 14 ലാംഡ is equal to 0. അപ്പൊ 14 ലാംഡ is equal to 3 അല്ലെങ്കിൽ 3/14 ആണ് ലാംഡ. ആ വാല്യൂ തിരിച്ചുകൂടെ കൊടുത്താൽ ആൻസർ ആയി. കൊടുത്തു നോക്കുക. എക്സ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ x + y + z - 6 plus 3/14 into 2x + 3y + 4z + 5 is equal to 0. അപ്പോൾ ഈ 14 ഒഴിവാക്കാൻ ഒന്നായിട്ട് 14 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ എന്താ? 14x 14y 14z -84 plus 6x plus 9y plus 12z plus 15 is equal to 0. ആൻസർ എന്താ പറയുക? 20x plus 23y plus 26z equal to 84 - 15 69. ഇതായിരിക്കും ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. 19ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ, ആ പ്ലെയിൻ ഈ പ്ലെയിൻ എന്താണ്? പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചത്. ഇങ്ങനെ പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ അല്ലെങ്കിൽ വെക്ടറോ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ വരിക? 2 - 3 5. ഇതാണ് ഏറ്റവും ആദ്യം കിട്ടേണ്ടത്. ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ അല്ലെങ്കിൽ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണെന്ത്? 2 - 3 5. അപ്പോ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ ഉണ്ട്, പ്ലെയിൻ ഉണ്ടെങ്കിൽ ആ പ്ലെയിനിന്റെ ഡയറക്ഷൻ റേഷ്യോസും എന്ത് തന്നെ ആയിരിക്കും? 2 - 3 5 ആയിരിക്കും. ഈ പ്ലെയിനെ പെർപെൻഡിക്കുലർ ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ്. ഓക്കെ, ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടി. ഇനി ഇത് പാസ് ചെയ്ത് പോകുന്ന ഒരു പോയിന്റ് നമുക്ക് അറിയാം. x1 y1 z1 എന്താ? 3 4 -1. ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ABC ആയിട്ടുള്ള ഒരു പ്ലെയിന്റെ ഇക്വേഷൻ എന്താ വരിക? a into x minus x1 plus b into y minus y1 plus c into z minus z1 equal to 0. ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. നോക്ക്, 2 into x minus 3 into y minus 4 plus 5 into z minus z1 1 equal to 0. അപ്പോൾ 2x minus 6 minus 3y plus 12 plus 5z plus 5 is equal to 0. ആൻസർ എന്താ വരിക? 2x minus 3y plus 5z plus 11 equal to 0.
ഇതായിരിക്കും ആൻസർ വരിക. അപ്പൊ ഇതിനകത്ത് ഓപ്ഷൻസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഓപ്ഷൻസിൽ ഇങ്ങനെ കാർട്ടീഷ്യൻ ഫോമിൽ എല്ലാം ഉണ്ടാവുക എന്ത് ഫോമിലായിരിക്കും? വെക്ടർ ഫോമിലായിരിക്കും. കാർട്ടീഷ്യൻ ഫോം കിട്ടിയ വെക്ടർ ഫോമിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? ഇതിനോട് വെക്ടറിലോട്ട് മാറ്റിയാൽ മതി. ആർ ഡോട്ട് 2i മൈനസ് 3j പ്ലസ് 5k പ്ലസ് 11 ഈക്വൽ ടു ഈ ഓപ്ഷൻ ആയിരിക്കും ആൻസർ ഉണ്ടാവും. ഓപ്ഷൻ നോക്കി നോക്കുക, ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 20ാമത്തെ ക്വസ്റ്റ്യനില് ഒരു പ്ലെയിൻ എക്സ് ആക്സും വൈ ആക്സും സെറ്റ് ആക്സും ഒരു പ്ലെയിൻ ഇതിനൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. മീറ്റ് ചെയ്യുന്ന പോയിന്റ് എ ബി സി ആണ്. ഒരു പ്ലെയിൻ കോർഡിനേറ്റ് ആക്സിസിന് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് എ ബി സി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആക്കി എടുത്ത് A00, ബി എന്ന് പറഞ്ഞാൽ 0B0, സി എന്ന് പറഞ്ഞാൽ 000C. എക്സ് ആക്സിനെ തട്ടുന്ന എയിലാണ്, വൈ ആക്സിനെ ബിയിലാണ്, സെറ്റ് ആക്സിനെ സി ആണ്. ഇങ്ങനെ തട്ടുന്ന പോയിന്റ്സിനാണ് നമ്മൾ ഇന്റർസെപ്റ്റ് എന്ന് പറയാം. എക്സ് ആക്സിനെ തട്ടുന്ന പോയിന്റാണ് എക്സ് ഇന്റർസെപ്റ്റ്, വൈ ആക്സിനെ തട്ടുന്ന പോയിന്റാണ് വൈ ഇന്റർസെപ്റ്റ്, സെറ്റ് ആക്സിനെ തട്ടുന്ന പോയിന്റാണ് സെറ്റ് ഇന്റർസെപ്റ്റ്. അപ്പൊ ഇതിനകത്ത് ഈ 3 പോയിന്റ്സ് ഉപയോഗിച്ച് ഞാൻ ട്രയാങ്കിൾ ഉണ്ടാക്കിയാൽ അതിന്റെ സെൻട്രോയിഡ് എവിടെയാണ്? 333ലാണ്. നിങ്ങൾക്ക് അറിയാലോ സെൻട്രോയിഡ് എങ്ങനെയാണ് കിട്ടുക? സെൻട്രോയിഡ് x1 plus x2 plus x3 by 3, y1 plus y2 plus y3 by 3, z1 plus z2 plus z3 by 3. ഇതിന്റെ വാല്യൂ ആണ് ശരിക്കും എന്ത് തന്നെ 333 തന്നെ. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് ചെയ്താ? a/3ന്റെ വാല്യൂ 3 ആണ്, b/3ന്റെ വാല്യൂ 3 ആണ്, c/3ന്റെ വാല്യൂ 3 ആണ്. അപ്പൊ എന്റെ വാല്യൂ എത്ര? 9, ബിന്റെ വാല്യൂ 9, സിന്റെ വാല്യൂ 9. അപ്പൊ എനിക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും സെഡ് ഇന്റർസെപ്റ്റും അറിയെങ്കിൽ x/a plus y/b plus z/c equal to 1, x/9 plus y/9 plus z/9 is equal to 1. ഒന്നായിട്ട് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടി. x plus y plus z is equal to 9. ഓക്കെ അല്ലേ? അപ്പോൾ 20ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓപ്ഷൻ ചെക്ക് ചെയ്തെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യനിൽ പ്ലെയിൻ്റെ ഇക്വേഷൻ വെക്ടറിൽ തന്നിട്ട് അതിനെ കാർട്ടീഷ്യനിലോട്ട് മാറ്റാനാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമ്മളിതിനെ കാർട്ടീഷ്യനിലോട്ട് മാറ്റണമെങ്കിൽ ഇവിടെ ഉള്ളത് ആർ അല്ലേ? ആർ എന്ന് പറഞ്ഞാൽ ജനറൽ പോയിന്റ് ആണ്. അതിന് നമ്മൾ xi ക്യാപ് പ്ലസ് yj ക്യാപ് പ്ലസ് zk ക്യാപ് എന്ന് കൊടുത്താൽ മതി. അതുകൂടെ കൊടുക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് ആവൂലേ? അപ്പോൾ എന്തായി? a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഈക്വൽ ടു ആ രീതിയിൽ എഴുതിയാൽ മതി. അപ്പൊ എന്താ വരിക? 1 into x പ്ലസ് 1 into y പ്ലസ് 2 into z ഈക്വൽ ടു ഇതായിരിക്കും കാർട്ടീഷ്യൻ ഇക്വേഷൻ. ഭയങ്കര എളുപ്പമാണ്. പ്ലെയിൻ്റെ ഇക്വേഷൻ മാറ്റാൻ ലൈനിന്റെ ഇക്വേഷൻ മാറ്റാൻ അത്ര പോലും പ്രയാസമില്ല. ഒരു ജനറൽ ആയിട്ട് എഴുതിയാൽ ആർ ഡോട്ട് എ ഐ ക്യാപ് പ്ലസ് ബി ജെ ക്യാപ് പ്ലസ് സി കെ ക്യാപ് ഈക്വൽ ടു ഡി എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ കാർട്ടീഷ്യനിലോട്ട് മാറ്റിയാൽ അത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി സെറ്റ് സി ഈക്വൽ ടു ഡി എന്നാണ് കിട്ടുക. തിരിച്ചങ്ങോട്ടും മാറ്റാം. ഇത് പഠിച്ചാൽ വളരെ പെട്ടെന്ന് നേരെ നോക്കിയതാ. 1x plus 1y plus 2z, x plus y plus 2z equal to 2. Okay, അടുത്ത ക്വസ്റ്റ്യൻ. 22ാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് പ്ലെയിൻ്റെ ഇക്വേഷൻസ് തന്നിട്ട് ഈ രണ്ട് പ്ലെയിൻ്റെ അടുത്തുള്ള ആംഗിളാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പ്ലെയിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് നോക്കും. 2 - 1 1. ഈ പ്ലെയിനിന്റെ നോർമലിന്റെ ഡയറക്ഷൻ റേഷ്യോസ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിൽ പറഞ്ഞിരുന്നത് എ ബി സി എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ അല്ലെ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ്. അതുപോലെ ഇവിടെ നോക്കിയാൽ 1 1 2. നമ്മൾ നേരത്തെ ലൈനിന്റെ അടുത്തുള്ള ആംഗിൾ പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഇവിടെയും. cos θ is equal to a1 a2 plus b1 b2 plus c1 c2 by root of a1 square plus b1 square plus c1 square into root of a2 square plus b2 square plus c2 square. ഇതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 into 1 2 minus 1 plus 2 divided by root of ഇവിടെ എത്ര വരിക? 4 plus 1 plus 1 അടുത്ത root of 1 plus 1 plus 4 മുകളിൽ എത്ര വരിക? 4 minus 1 3 താഴെ root 6 into root 6 അപ്പൊ 6 ആയില്ല. അപ്പൊ 3/6 എന്ന് പറഞ്ഞാൽ 1/2. അപ്പൊ cos തീറ്റന്റെ വാല്യൂ 1/2 ആണ്. അപ്പൊ തീറ്റ എത്രയാ? 60 ഡിഗ്രി. ഓക്കെ, ഓപ്ഷൻ സോ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ 22ൽ. അടുത്ത ക്വസ്റ്റ്യൻ. 23ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു പോയിന്റ് തന്നിട്ട് ഈ പ്ലെയിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് ചോദിച്ചത്. ഒരു പ്ലെയിൻ ഇക്വേഷൻ ax പ്ലസ് by പ്ലസ് cz പ്ലസ് d ഈക്വൽ ടു 0 ആണെന്ന് ഇരിക്കും. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. പോയിന്റ് ഏതാ? x1 y1 z1. അപ്പൊ ഈ പോയിന്റ് ആണിത്, ഈ പ്ലെയിൻ ആണിത്. ഈ പ്ലെയിനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് കിട്ടാൻ ഓക്കെ
ക്യാപിറ്റൽ ലെറ്റർ ഡി ആയിക്കോട്ടെ. ഈ ഡിസ്റ്റൻസ് കിട്ടാൻ മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് cz1 പ്ലസ് d ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നേരെ ആൻസർ കിട്ടും. നോക്ക് 2 മൈനസ് 2 ഇൻറ്റു 1 പ്ലസ് 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 9 ഡിവൈഡഡ് ബൈ എന്താ മൈനസ് 9 ആണ് കാരണം ഈ 9 ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നാലേ നമുക്ക് എന്താവും ഈ ഫോർമാറ്റിലാവുള്ളൂ. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. മുകളിൽ എത്ര വരുന്നു? 2 മൈനസ് 2 കട്ടായി. മൈനസ് 4ഉം മൈനസിനോടെ മൈനസ് 13 മോഡുലസ് എടുക്കുമ്പോൾ 13 ബൈ റൂട്ട് 21 ഇതായിരിക്കും ആൻസർ. ഡിസ്റ്റൻസ് 13 ബൈ റൂട്ട് 21 ആൻസർ സി ആയിരിക്കും വരിക. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. 24ാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു പ്ലെയിനും ഒരു ലൈനും തന്നിട്ട് ഇതിനിടക്കുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിന്റെ സൈൻ, അതായത് സൈൻ തീറ്റ എത്രയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ ആദ്യം ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് നോക്കും. a1 b1 c1 ഈക്വൽ ടു 3 4 5. ഈ പ്ലെയിനിന്റെ നോർമലിൻ്റെത് a2 b2 c2 ഈക്വൽ ടു 2 മൈനസ് 2 1 2 മൈനസ് 2 1. അങ്ങനെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടും. രണ്ട് ലൈനിന്റെ ഇടക്കാണെങ്കിലും രണ്ട് പ്ലെയിനിന്റെ ഇടക്കാണെങ്കിലും ഉള്ള ആംഗിൾ കാണുന്ന നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, cos theta equal to modulus of a1 a2 plus b1 b2 plus c1 c2 by root of a square plus b square plus c square. ഒരു ലൈനും പ്ലെയിനും വരുമ്പോൾ ഇക്വേഷൻ ഒക്കെ അതുപോലെ തന്നെ, പക്ഷേ അവിടെ കോസ് തീറ്റ അല്ല ഉണ്ടാവുക, സൈൻ തീറ്റ ആണ് ഉണ്ടാവുക. അതിന്റെ റീസൺ നിങ്ങൾ ഓൾറെഡി ക്ലാസ്സിൽ NCERT കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇവിടെ അത് മെൻഷൻ ചെയ്യുന്നില്ല. ഓർക്ക് രണ്ട് ലൈൻ ആണെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള ആംഗിളും കോസ് തീറ്റ ആണ്, രണ്ട് പ്ലെയിൻ ആണെങ്കിലും ഇടയ്ക്ക് കോസ് തീറ്റ ആണ്. ഒരു ലൈനും ഒരു പ്ലെയിനും വരുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? സൈൻ തീറ്റ ആണ് ചെയ്തത്. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 by root of a1 square plus b1 square plus c1 square into root of a2 square plus b2 square plus c2 square. ചെയ്തു 3 into 2 6 minus 8 plus 5 divided by root of 9 plus 16 plus 25 root of 4 plus 4 plus 1. അപ്പോൾ മുകളിൽ എത്ര വരിക? 3. താഴെയോ ഇവിടെ എത്ര ഉണ്ടാവുക? റൂട്ട് 50 5 റൂട്ട് 2 ഇവിടെ എത്ര വരിക? 3യും 3യും കട്ടാവും. ബാക്കിയുള്ളത് 1/5 റൂട്ട് 2. ഇങ്ങനെ ഒരു ഓപ്ഷൻ അതിനകത്ത് ഇല്ല. ഓക്കെ, അതിനകത്തുള്ള ഓപ്ഷനിൽ മുകളിൽ റൂട്ട് 2 ഒക്കെയാണ് വരുന്നത്. താഴത്ത് ഞാൻ മുകളിലും താഴത്ത് എന്ത് ചെയ്തു? റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിൽ എന്തായിക്കോളും? റൂട്ട് 2. താഴെ എന്താവും? റൂട്ട് 2 × 5 10. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ആയിരിക്കും അതിനകത്ത് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി. 24ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഈ രണ്ട് പ്ലെയിൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസാണ് ചോദിച്ചത്. രണ്ട് പ്ലെയിൻസ് പാരലൽ ആണെങ്കിൽ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ചോദിക്കുള്ളൂ. അല്ലാത്ത രണ്ട് പ്ലെയിൻസിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ഷോർട്ട് ഡിസ്റ്റൻസ് 0 ആയിരിക്കും. ഇത് നോക്കണം. ഫസ്റ്റത്തെ a1x പ്ലസ് ax പ്ലസ് by പ്ലസ് cz പ്ലസ് d1 ഈക്വൽ ടു 0. ഇതോ ax പ്ലസ് by പ്ലസ് cz പ്ലസ് d2 is equal to 0. ഈ എയും ബിയും സിയും സെയിം ആയിട്ടായിരിക്കും വരിക പാരലൽ പ്ലെയിൻസിന്. എന്നാലേ അതിന്റെ രണ്ട് ഡയറക്ഷൻ സെയിം ആയല്ല പാരലൽ ആവുള്ളൂ. എന്നിട്ട് ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ചോദിച്ചാൽ ഓക്കെ, ഈ ഡിസ്റ്റൻസ് കിട്ടാൻ d is equal to d2 മൈനസ് d1 ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് c സ്ക്വയർ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ 4 4 മൈനസ് 2 ആണ്, ഇവിടെ 2 2 മൈനസ് 1 ആണ്. രണ്ടും ഒരുപോലെ അല്ലല്ലോ. അപ്പൊ രണ്ടും ഒരുപോലെ ആക്കണം. ഒന്നുകിൽ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5/2 ഒക്കെ വരും. അപ്പൊ നമുക്ക് എളുപ്പം ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4x പ്ലസ് 4y മൈനസ് 2z പ്ലസ് 4 is equal to 0. അപ്പൊ ഇതാണ് d1, ഇതാണ് d2, ഇത് ABC. ഇതിൽ കൊടുത്താൽ d2 മൈനസ് d1 5 മൈനസ് 4 ബൈ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ. മുകളിൽ എത്ര 1, താഴത്ത് 16 പ്ലസ് 16 പ്ലസ് 4 1/, ഇത് എത്ര 36 സ്ക്വയർ റൂട്ട് 6. അപ്പൊ ആൻസർ എന്താ വരിക? 1/6 ആയിരിക്കും ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ 26ാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് ലൈൻസ് തന്നിട്ട് ഈ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ എത്രയാണ്? നിങ്ങൾ ഓർക്കേണ്ടത് എപ്പോഴെങ്കിലും രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് ഈ രണ്ട് ലൈൻസ് എന്തായിരിക്കും? കോപ്ലാനാർ ആയിരിക്കും.
ഇന്റർസെക്ട് ചെയ്യുന്ന ഏത് രണ്ട് ലൈൻസ് എടുത്താൽ ആ രണ്ട് ലൈൻസ് എന്തായിരിക്കും കോപ്ലാനാർ. കോപ്ലാനാറിന്റെ കണ്ടീഷൻ എന്താ നമ്മൾ ഓൾറെഡി എഴുതി, വെക്ടറിൽ എഴുതിയിട്ടുണ്ട്, കാർട്ടീഷ്യൽ എഴുതി. ഇത് കാർട്ടീഷ്യലാണ്, കാർട്ടീഷ്യൽ നമ്മൾ നേരത്തെ എഴുതി വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്ക്. x2 മൈനസ് x1, y2 മൈനസ് y1, z2 മൈനസ് z1, a1 b1 c1, a2 b2 c2 ഈക്വൽ ടു 0 ആയിരിക്കും. അത് നോക്കി എഴുതിയാൽ ഇതാണ് x1 y1 z1, x2 y2 z2, a1 b1 c1, a2 b2 c2. ഓക്കെ, അത് ചെയ്താൽ ഇവിടെ എത്രയാണ് 3 മൈനസ് 1, അടുത്ത് k മൈനസ് 1, 0 മൈനസ് 1, അടുത്ത് 2 3 4 1 2 1 ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? ഇത് എത്ര ഉണ്ടാവും? ഇവിടെ 2 ഉണ്ടാവുക, ഇവിടെ മൈനസ് 1 ഉണ്ടാവുക. ഇനി എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. 2 ഇൻറ്റു 3 മൈനസ് 8 മൈനസ് k പ്ലസ് 1 ഇൻറ്റു 2 മൈനസ് 4 പ്ലസ് മൈനസ് 1 ഇൻറ്റു പ്ലസ് മൈനസ് 1 ഇൻറ്റു 4 മൈനസ് 3 ഈക്വൽ ടു 0. എത്രയാണ് വരെ ഇവിടെ? ഇത് എത്ര? മൈനസ് 5 അല്ല, മൈനസ് 10 പ്ലസ് 2 ഇൻറ്റു k പ്ലസ് 1 മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. എത്രയുടെ വരെ? 2 ഇൻറ്റു k പ്ലസ് 1 ഈക്വൽ ടു 11. k പ്ലസ് 1 ഈക്വൽ ടു 11/2. k ഇസ് ഈക്വൽ ടു 11/2 മൈനസ് 1. ആൻസർ വരെ 9/2. k ന്റെ വാല്യൂ 9/2. ഓപ്ഷൻ ബി ആണ് ആൻസർ വരെ. അടുത്ത ക്വസ്റ്റ്യൻ 27ാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് ലൈൻസിന്റെ ഇക്വേഷൻ തന്നിട്ട് ഈ രണ്ട് ലൈൻസ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കണ്ട, ഇങ്ങനെ നോക്കിയോ, ഒരു പോയിന്റ് x1, y1, z1, ഒരു ലൈൻ ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് a1 b1 c1, വേറെ ലൈൻ ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് a2 b2 c2. നമ്മുടെ ജനറൽ പോയിന്റ് ആയിട്ട് ഏതാ യൂസ് ചെയ്യുക? x y z. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പോയിന്റും രണ്ട് പാരലൽ ലൈൻസിന്റെ ഡയറക്ഷൻ റേഷ്യോസും, പ്ലെയിന് പാരലൽ ആയിട്ടല്ല പ്ലെയിൻ കണ്ടെയ്ൻ ചെയ്യുന്ന രണ്ട് ലൈൻസിന്റെ ഡയറക്ഷൻ റേഷ്യോസും കിട്ടിയാൽ ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് x മൈനസ് x1, y മൈനസ് y1, z മൈനസ് z1, a1 b1 c1, a2 b2 c2. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മളിത് സോൾവ് ചെയ്യുക. ഇതിനകത്ത് നോക്കിയേ, ഫസ്റ്റത്തെ ലൈൻ ഈ പ്ലെയിനിൽ ഉണ്ടെങ്കിൽ ഈ പ്ലെയിനിലുള്ള പോയിന്റ് ആയിരിക്കും ഇതിന്റെ മുകളിൽ ഏതാ പോയിന്റ്? ഏതാ? 5 7 മൈനസ് 3. 5 7 മൈനസ് 3. ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് 4 4 മൈനസ് 5. അടുത്ത ലൈൻ അതിനുള്ള പോയിന്റ് എനിക്ക് ആവശ്യമില്ല, ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോ മാത്രം 7 1 3. കാരണം പോയിന്റ് ഓൾറെഡി നമുക്ക് ഇത് എടുക്കാമല്ലോ, മറ്റേ പോയിന്റ് ആവശ്യമില്ല. ഏതായാലും കുഴപ്പമൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരിക? x മൈനസ് 5, y മൈനസ് 7, z മൈനസ് 3. 4 4 മൈനസ് 5 7 1 3 ഈക്വൽ ടു 0. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x മൈനസ് 5 ഇൻറ്റു 12 മൈനസ് 5 മൈനസ് y മൈനസ് 7 ഇൻറ്റു 12 മൈനസ് 35 പ്ലസ് z പ്ലസ് 3 ഇൻറ്റു 4 മൈനസ് 28 ഈക്വൽ ടു 0. ഇതെത്ര വരെ? 17 ഇൻറ്റു x മൈനസ് 5. എത്ര വരെടാ? 47 മൈനസ് 47 y മൈനസ് 7 പ്ലസ് എത്ര? മൈനസ് 24. അപ്പോൾ മൈനസ് 24 ഇൻറ്റു z പ്ലസ് 3 ഈക്വൽ ടു 0. ഇതെന്ത് ചെയ്യാം? ഇത് എക്സ്പാൻഡ് ചെയ്തുണ്ടാക്കണം, അപ്പോൾ ആൻസർ കിട്ടും. നോക്കാം. 17x മൈനസ് 17 ഇൻറ്റു 5 എത്രയുടെ വരിക? 50 35 85 മൈനസ് 47y പ്ലസ് 329 മൈനസ് 24z മൈനസ് 72 is equal to 0. ഓക്കെ അല്ലേ? അപ്പം ആൻസർ വരിക 17x മൈനസ് 47y മൈനസ് 24z പ്ലസ് ഇത് മൂന്നൂടെ ആഡ് ചെയ്യേണ്ടി വരും. എത്ര വരിക? 329ഉം 157 172 is equal to 0. ഓക്കെ, ഇതായിരിക്കും ഫൈനൽ ആൻസർ വരിക. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അടുത്ത ദിവസം 28ാമത്തെ ക്വസ്റ്റ്യനിൽ ഈ പോയിന്റ്
ഈ ലൈനിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഓക്കെ, ദി ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ ഫ്രം 1 2 3 ടു ദിസ് ലൈൻ. നമ്മൾ എന്താ ചെയ്യണ്ടോ നോക്കിക്കോ, x-6/3. അപ്പോൾ ഈ ലൈൻ ഇക്വേഷൻ ഇവിടെ ഈ പോയിന്റ് ഉണ്ട് 1 2 3. ഈ പോയിന്റ് ഞാൻ എ എന്ന് പേരിട്ട് നിങ്ങളുടെ പെർപെൻഡിക്കുലർ വരച്ചാൽ ഇവിടെ ഞാൻ ഈ വരുന്ന പോയിന്റ് ആണ് ശരിക്കും ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ. ഇതിന് ഞാനൊരു XYZ കൊടുത്തു. ഓക്കെ, ഈ ലൈൻ ഇക്വേഷൻ എന്താ ഉള്ളത്? x-6/3 y-7/2 ഈക്വൽ z-7/-2 ഈക്വൽ ടു ഞാനൊരു ലാംഡ കൊടുത്തു. അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്താൽ നേരത്തെ ചെയ്ത പോലെ തന്നെ x ഈക്വൽ ടു 3 ലാംഡ പ്ലസ് 6, y ഈക്വൽ ടു 2 ലാംഡ പ്ലസ് 7, z ഈക്വൽ -2 ലാംഡ പ്ലസ് 7 ഉണ്ടാവും. അതെങ്ങനെ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ x കിട്ടും, ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ y കിട്ടുമ്പോൾ z കിട്ടും. അപ്പൊ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ ശരിക്കും എന്തായി? XYZ പകരം എനിക്ക് എന്ത് ചെയ്താ 3 ലാംഡ പ്ലസ് 6, 2 ലാംഡ പ്ലസ് 7, -2 ലാംഡ പ്ലസ് 7 ഇങ്ങനെ കിട്ടും. ഏതാ കിട്ടിയപ്പോൾ എഫ് അല്ലേ? അപ്പൊ എനിക്ക് AF ന്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടും. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് AF എന്ന് പറയുന്ന ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്താ കിട്ടുക? രണ്ട് പോയിന്റ് x1 z1 x2 y2 z2 ഉണ്ടെങ്കിൽ x2 - x1 y2 - 1 z2 അങ്ങനെയുള്ള ഡയറക്ഷൻ റേഷ്യോസ് കിട്ടാം. ഇതിന്റെ ഡയറക്ഷൻ റേഷ്യോസ് A1 B1 C1 ഞാൻ പേരിട്ട് എന്താ വരിക? x-1 y-2 z-3. ആ എക്സും വൈയും സെറ്റും നമുക്കറിയാലോ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3 ലാംഡ പ്ലസ് 6 - 1 3 ലാംഡ പ്ലസ് 5 y-2 2 ലാംഡ പ്ലസ് 7 - 2 ലാംഡ പ്ലസ് 5 z-3 -2 ലാംഡ പ്ലസ് 7 -3 അപ്പോൾ -2 ലാംഡ പ്ലസ് 4 ഇങ്ങനെ കിട്ടും. ഇതെന്താണ്? AFന്റെ ഡയറക്ഷൻ റേഷ്യോസ്. ഞാൻ എന്തൊക്കെയാ ചെയ്തത്? ഫസ്റ്റ് ഈ ലൈനിന്റെ ഇക്വേഷൻ ലാംഡ ഇട്ടിട്ട് എക്സും വൈയും സെറ്റ് ഒക്കെ ഒരേ ഒരു പാരാമീറ്റർ ലാംഡന്റെ മാത്രം ടേംസിലോട്ട് മാറ്റി, എന്നിട്ട് EF എന്നുള്ള പോയിന്റിൽ XYZ പകരം ഈ പോയിന്റ്സ് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? AFന്റെ ഡയറക്ഷൻ റേഷ്യോസ് രണ്ട് പോയിന്റ് കിട്ടിയാൽ എങ്ങനെ ഡയറക്ഷൻ റേഷ്യോസ് ഇട്ടാൽ x2 - x1 y2 - y z2 - z1 വെച്ചിട്ട്. ഇനി ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ, ഈ തന്ന ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ഞാൻ A2 B2 C2 എന്ന് പേരിട്ട്. അത് അവിടെ 3 2 -2 3 2 -2. എന്നിട്ട് എന്താ കണ്ടീഷൻ? AFും ലൈനും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. AF പെർപെൻഡിക്കുലർ ടു ലൈൻ. അപ്പോ A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 ഈക്വൽ ടു 0 വരും. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തിന്റെ വാല്യൂ കിട്ടിക്കോളും? ലാംഡന്റെ വാല്യൂ കിട്ടിക്കോളും. ലാംഡന്റെ വാല്യൂ കിട്ടിയാൽ എന്തിന്റെ വാല്യൂ ആയി? എഫിന്റെ വാല്യൂ ആയി. അപ്പൊ നമ്മൾ നേരത്തെ വരച്ച പ്രകാരം എയിൽ നിന്ന് എഫിലോട്ടുള്ള ഡിസ്റ്റൻസ് അല്ലേ ചോദിച്ച്, എഫും കിട്ടി എയും കിട്ടിയ ഡിസ്റ്റൻസ് ഓറിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നോക്കിക്കോ, ആ കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ 3 × 3 ലാംഡ പ്ലസ് 5 പ്ലസ് 2 × 2 ലാംഡ പ്ലസ് 5 -2 × -2 ലാംഡ പ്ലസ് 4 is equal to 0. 9 ലാംഡ പ്ലസ് 15 4 ലാംഡ പ്ലസ് 10 പ്ലസ് 4 ലാംഡ മൈനസ് 8 is equal to 0. എത്ര വരിക? 17 ലാംഡ ഈക്വൽ ടു എത്രയുടെ അത് വരിക? 25 -17. ഇപ്പൊ ലാംഡന്റെ വാല്യൂ എത്രയാ? -1. അപ്പൊ ഈ പോയിന്റ് കിട്ടും. ഏത് പോയിന്റ്? F എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. -1 കൊടുത്താൽ -3 + 6, -2 + 7, 2 + 7. അപ്പൊ F എന്താ പോയിന്റ്? 3 5 9. എ എന്ന് പറഞ്ഞ പോയിന്റ് ക്വസ്റ്റിൽ തന്നില്ലേ? എത്ര? 1 2 3. നമ്മളോട് ചോദിച്ചത് ഈ ഡിസ്റ്റൻസ് അല്ലേ? AF എത്ര വരിക? √3 - 2² പ്ലസ് 5 - 2 3² പ്ലസ് 9 - 3 6². എത്ര ഉണ്ടാവുക? 4 9 4 + 9 + 36 √49. എത്ര വരും? 7 ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, 28 7 ആണ് ആൻസർ. ഒരു ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് 3 പോയിന്റ് എന്നിട്ട് ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു പ്ലെയിന്റെ ഇക്വേഷൻ വെക്ടർ ഫോമിലാണ് ചോദിച്ചത്. നമുക്ക് ആദ്യം കാർട്ടീഷ്യൻ ഫോമിൽ കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി? വെക്ടർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. നോക്ക്, 3 പോയിന്റ് തന്നാൽ പാസ് ചെയ്യുന്ന പ്ലെയിന്റെ ഇക്വേഷൻ x - x1 y - y1 z - z1 x2 - x1 y2 - y1 z2 - z1 x3 - x1 y3 - y1 z3 - z1 ഈക്വൽ ടു 0. ഈ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്ത ആൻസർ കിട്ടും.
ഇതിനകത്ത് വാല്യൂ എടുക്കുക. ഇതാണ് x1 y1 z1 ഇത് x2 y2 z2 ഇത് x3 y3 z3 ഇങ്ങനെയാണല്ലോ. അപ്പോൾ നോക്ക് x മൈനസ് 2 y മൈനസ് 2 z മൈനസ് മൈനസ് 1 അടുത്ത 3 മൈനസ് 2 4 മൈനസ് 2 2 മൈനസ് മൈനസ് 1 7 മൈനസ് 2 0 മൈനസ് 2 6 മൈനസ് മൈനസ് 1 ഈക്വൽ 0 അതല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നോരോന്ന് ചെയ്ത് നോക്ക്. x മൈനസ് 2 1 7 മൈനസ് 2 5 y മൈനസ് 2 2 മൈനസ് 2 z പ്ലസ് 1 3 7 ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ വരിക നോക്കുക. x മൈനസ് 2 ഇൻറ്റു 14 മൈനസ് മൈനസ് 6 മൈനസ് y മൈനസ് 2 ഇൻറ്റു 7 മൈനസ് 15 പ്ലസ് z പ്ലസ് 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 10 ഈക്വൽ ടു 0. ഇതെത്ര 20 ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് ഇതെത്ര വരെ മൈനസ് 12 അപ്പോൾ ഇവിടെ പ്ലസ് 8 ഇതെത്ര 7 മൈനസ് 15 എത്ര മൈനസ് 8 അപ്പോൾ ഇത് പ്ലസ് 8 ഇൻറ്റു y മൈനസ് 2 ഇതെത്ര വരെ മൈനസ് 12 ഇൻറ്റു z പ്ലസ് 1 ഈക്വൽ ടു 0. ഇതൊക്കെ 400 കിട്ടിയതൂടെ 28ഉം 12ഉം കൂടെ 400 ഇവിടെ 5 ആവും ഇവിടെ 2 ആവും ഇവിടെ 3 ആവും. ഇനി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 5x മൈനസ് 10 2y മൈനസ് 4 മൈനസ് 3z മൈനസ് 3 is equal to 0. 5x പ്ലസ് 2y മൈനസ് 3z is equal to 17. ഇതാണ് കാർട്ടീഷ്യൻ. നമ്മളോട് വെക്ടറിലാണ് ചോദിച്ചത്. അപ്പോൾ ഇതിനെ വെക്ടർക്ക് നേരാണ് കൺവേർട്ട് ചെയ്താൽ r ഡോട്ട് 5y പ്ലസ് 2j മൈനസ് 3k ഈക്വൽ ടു 17. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കി. 29ാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ. 30ാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിട്ട് ഈ പ്ലെയിൻ്റെ നോർമലിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് ചോദിച്ചത്. ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എ ബി സി നേരെ കിട്ടും. ഏതൊക്കെയാണ് 1 2 മൈനസ് 3 നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. ഇനി ഈ ഡയറക്ഷൻ റേഷ്യോസിന് എന്തിലോട്ട് മാറ്റിയാൽ മതി? ഡയറക്ഷൻ കൊസൈൻസിലോട്ട്. ഡയറക്ഷൻ കൊസൈൻസ് എങ്ങനെ എൽ ഇസ് ഈക്വൽ ടു എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇത് എത്ര ഉണ്ടാവും? 1 ബൈ റൂട്ട് 14. ഇതുപോലെ എം ഈക്വൽ ടു ബി ബൈ റൂട്ട് 14. എൻ കിട്ടാൻ സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസ് എന്താ വരിക? 1 ബൈ റൂട്ട് 14 2 ബൈ റൂട്ട് 14 മൈനസ് 3 ബൈ റൂട്ട് 14. ഇതായിരിക്കും ഡയറക്ഷൻ കൊസൈൻസ് വരുന്ന ഓപ്ഷൻ ബി ആണ് 30ാമത്തെ ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററും കംപ്ലീറ്റ് ആയി.